മോദി ഒരു അമാനുഷികനാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ ആരാധകരിൽ ചിലരെങ്കിലും കരുതുന്നത്. അതിന് ചില കാരണങ്ങളുണ്ട്. കാലത്തിന് മുൻപ് സഞ്ചരിച്ച നേതാവെന്ന് രാഷ്ട്രീയ എതിരാളികൾ പോലും നരേന്ദ്രമോദിയെക്കുറിച്ച് പറയാറുണ്ട്. മുൻപ് നരേന്ദ്രമോദിക്ക് അമേരിക്ക അടക്കമുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ വിസ നിഷേധിച്ചിരുന്നു. 2004 മാധ്യമപ്രവർത്തകർക്ക് മുമ്പിൽ മോദി പറഞ്ഞത് ഇപ്പോൾ അവർ വിസ നിഷേധിക്കുന്നു. ഒരു കാലത്ത് അവരെല്ലാം ഇന്ത്യയോട് സംസാരിക്കാനും ഇന്ത്യയിലെത്താനും ക്യൂ നിൽക്കുന്ന കാലം വരുമെന്ന്. ഇപ്പോൾ ആ കാലമാണ് വന്നിരിക്കുന്നത്. അനവധി യൂറോപ്യൻ യൂണിയൻ്റെയും അമേരിക്കയുടെ അടക്കമുള്ള ലോക നേതാക്കൾ ഇന്ത്യയുമായി സംസാരിക്കുവാനും ഇന്ത്യൻ പ്രധാനമന്ത്രിയെ സ്വീകരിക്കുവാനുമൊക്കെ അടികൂടുന്ന അല്ലെങ്കിൽ ക്യൂ നിൽക്കുന്ന കാഴ്ച. ഇവിടെയാണ് നരേന്ദ്രമോദിയുടെ 11 വർഷം മുമ്പുള്ള ഒരു ട്വീറ്റ്. ഇന്നിപ്പോൾ ട്വിറ്ററിൽ അന്നത്തെ ട്വിറ്ററിൽ അതായത് 14 വർഷം പഴക്കമുള്ള ഒരു ട്വീറ്റ് ഇപ്പോൾ വൈറലാകുന്നു. തഹാവൂർ റാണയെ ഇപ്പോൾ ഇന്ത്യയിലേക്ക് എത്തിച്ചതിന് പിന്നാലെയാണ് ഈ ഒരു വിഷയത്തിൽ നരേന്ദ്രമോദി നടത്തിയ ഒരു ട്വീറ്റ്. 2011 അദ്ദേഹം നടത്തിയ ഒരു ട്വീറ്റാണ് ഇപ്പോൾ വൈറലാകുന്നത്. അന്ന് US ഒരു കോടതി പറഞ്ഞത് റാണ നിരപരാധിയാണ് എന്നും അയാൾക്ക് യാതൊരു പങ്കും ഈ മുംബൈ ആക്രമണവുമായിട്ടില്ല എന്നാണ് അന്ന് അമേരിക്കൻ കോടതി വിധിച്ചത്. അതിന് എതിരായിട്ടായിരുന്നു നരേന്ദ്രമോദിയുടെ ഒരു ട്വീറ്റ് വന്നത്. അതിൽ അദ്ദേഹം ഇങ്ങനെ എഴുതി: അമേരിക്കൻ നടപടി ഇന്ത്യയുടെ പരമാധികാരത്തെ അപമാനിക്കുന്നതാണ്. ഇത് വിദേശ നയത്തിനേറ്റ വലിയ തിരിച്ചടി തന്നെയാണ് എന്നാണ് അന്ന് നരേന്ദ്രമോദി ട്വിറ്ററിൽ കുറിച്ചത്. ഏതായാലും 17 വർഷങ്ങൾക്ക് ശേഷം ആ തിരിച്ചടിക്ക് മധുരപ്രതികാരം ചെയ്തിരിക്കുകയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന് പറയേണ്ടി വരും. ഏതായാലും അതിന് താഴെ വരുന്ന കമൻറ്റുകളിൽ പലരും പറയുന്നത് ഇതുപോലെ പറഞ്ഞ കാര്യങ്ങൾ നടപ്പാക്കുന്ന ക്യാപ്റ്റനാണ് എൻ്റെ നേതാവ് എന്നാണ് ഒരാൾ കമൻറ്റ് ചെയ്തിരിക്കുന്നത്. മറ്റൊരാൾ എഴുതിയിരിക്കുന്നത് മോദി ഉണ്ടെങ്കിൽ എന്തും സാധ്യമെന്നാണ്. ഏതായാലും തഹാവൂർ റാണയെ ഇന്ത്യയിലെത്തിക്കുമ്പോൾ അന്ന് നരേന്ദ്രമോദിയുടെ പറഞ്ഞ കാര്യങ്ങൾ, അതായത് നമ്മുടെ വിദേശ നയത്തിനെ അപമാനിച്ച ഈ അമേരിക്കയുടെ നടപടി, അതിനെതിരെയായിരുന്നു ആ ട്വീറ്റ്. ഇന്നെന്തായാലും ആ നടപടിക്ക് മാറിമറിഞ്ഞിരിക്കുന്നു. തഹാവൂർ റാണ ഇന്ത്യക്ക് കൈമാറിയിരിക്കുന്നു. ഇന്ത്യയിൽ അതിനുള്ള വിചാരണ നടപടികൾക്കുള്ള കാര്യങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.